കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ 39-40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ ഓരോ കുടുംബത്തെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വലിയ യാത്ര പോകുന്നവരെ ആശീർവദിക്കുന്ന ഈശോയെ, അവർ കയറുന്ന വിമാനം, ഇപ്പം നടക്കുന്ന യുദ്ധങ്ങൾ എത്രയും വേഗം അവസാനിച്ച് ലോകം സമാധാനപൂർണ്ണമാക്കണം. കർത്താവ്, യുദ്ധം ചെയ്യുന്നവരറിയുന്നില്ല. എത്രയോ മനുഷ്യരുടെ യാത്ര മുടങ്ങി, എത്രയോ മനുഷ്യർ ജീവിതം തീർന്നു, എത്രയോ മനുഷ്യർ ഇനി ഒരു കാലത്തും പൊങ്ങി വരാത്ത രീതിയിൽ അവരുടെ ബിസിനസ് തകർന്നു, അവരുടെ ജീവിതത്തിൻ്റെ താളം തെറ്റി ജീവിതത്തിനെ ഭ്രാന്തി പിടിച്ച പോലെയാകുന്നു. കർത്താവേ, അങ്ങനെയുള്ള എല്ലാ തിന്മകളിൽ നിന്നും, യുദ്ധം മൂലം ഉണ്ടാകുന്ന കെടുതികളിൽ നിന്നും കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾ സംരക്ഷിക്കപ്പെടട്ടെ. കർത്താവിൻ്റെ വിശുദ്ധ രക്തം നിങ്ങളുടെ മേൽ തളിക്കപ്പെടട്ടെ. ഉച്ചമുതൽ ഉള്ളംകാലം വരെ കർത്താവിൻ്റെ വിശുദ്ധ രക്തം തളിക്കപ്പെടട്ടെ. രോഗങ്ങൾ, പീഡകൾ, സങ്കടങ്ങൾ, ഒറ്റപ്പെടുത്തലുകൾ, വൈവാഹിക തടസ്സങ്ങൾ, വൈവാഹിക കേസുകൾ എത്രയും വേഗം എല്ലാം തീർന്ന് നിങ്ങളുടെ ജീവിതം സമാധാനത്തിൻ്റെ തുറമുഖത്തേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ കാത്തിരിക്കുന്ന ഉത്കണ്ഠകൾ, നിങ്ങളെ തേടിയെത്തുന്ന എല്ലാവിധ വിഷമതകളും കർത്താവ് ഏറ്റെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗർഭിണികളെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. പിരിഞ്ഞു നിൽക്കുന്ന മാതാപിതാക്കന്മാരെ, ഭാര്യാഭർത്താക്കന്മാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്ത സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. വീട്, ജോലി, വിവാഹം, വെള്ളം, വെളിച്ചം, വഴി ഇതൊന്നുമില്ലാതെ വേദനിച്ച് കഴിയുന്നവരെ, ആശുപത്രി പോലും കൊണ്ടുപോകാൻ പറ്റാത്തത് അക്കിടിലായപ്പോരുണ്ട്. റോഡില്ലാത്ത സ്ഥലങ്ങളിൽ പെട്ടുപോരുണ്ട്, വാഹനം എത്തുവരാത്ത സ്ഥലങ്ങളിൽ പെട്ടുപോരുണ്ട്, അത് വിട്ടുമാറാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. കർത്താവേ, എല്ലാം നിന്നെ ഏൽപ്പിക്കുന്നു. എന്തെല്ലാം മക്കൾ എന്തെല്ലാം തരത്തിൽ, ഏതെല്ലാം മക്കൾ എന്തെല്ലാം തരത്തിൽ എന്തെല്ലാം വിഷമങ്ങൾ അനുഭവിക്കുന്നു, അതെല്ലാം ഈ പ്രഭാതത്തിൽ യേശു ഏറ്റെടുക്കുകയും കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും നിൻ്റെ വഴികളിൽ കർത്താവ് നിന്നെ ആശ്വസിപ്പിക്കുകയും സൗഖ്യപ്പെടുത്തുകയും ചെയ്യട്ടെ. നിത്യം പിതാപുത്രനും പരിശുദ്ധാത്മാവിനെ നീക്കുക.